നമസ്കാരം. അർജുൻ ആൻഡ് അസോസിയേറ്റ്സിന്റെ വാസ്തുഭവനം എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ കുറേ കാലമായി യൂട്യൂബ് വഴി ഞാൻ ചെയ്ത വീടുകളുടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയുണ്ടായി. എന്നിരുന്നാലും ആദ്യമായിട്ട് ഈ പ്രോഗ്രാം കാണുന്നവർക്ക് സ്വയം ഞാൻ ഒന്ന് പരിചയപ്പെടുത്തുന്നു. ഞാൻ അർജുൻ ആൻഡ് അസോസിയേറ്റ്സിന്റെ മാനേജിംഗ് ഡയറക്ടർ, അതുപോലെ തന്നെ അർജുൻ വാസ്തു ബിൽഡേഴ്സിന്റെ MDയും കൂടെയാണ്. എൻ്റെ ഒരു പ്രത്യേകത ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. ആദ്യമായിട്ട് കേരളത്തിൽ 1995 വാസ്തുവിദ്യ അനുസരിച്ച് ഒരു ആർക്കിടെക്റ്റ് നിലവാരത്തിൽ ഒരു സ്ഥാപനം തുടങ്ങിയ ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ. അന്ന് മുതൽ ഇന്ന് വരെ ഈ 2026 വരെ ഞാൻ ചെയ്യുന്ന എല്ലാ വീടുകളും അതിൻ്റെ എല്ലാ നിർമ്മാണങ്ങളും വാസ്തുവിദ്യയ്ക്ക് അടിസ്ഥാനമാക്കി, എന്ന് വെച്ചാൽ അതിൻ്റെ മെഷർമെൻറ്റ് മുതൽ അതിൻ്റെ നിർമ്മാണ ശൈലി വരെ ഞാൻ അത് രൂപപ്പെടുത്തി അത് അങ്ങനെ അനേകായിരം വീടുകൾ ചെയ്ത് കൊടുത്ത ഒരു വ്യക്തിയും കൂടെയാണ്. അതിൽ ചില തിരഞ്ഞെടുക്കപ്പെട്ട വീടുകളാണ് ഞാൻ ഇതുവരെ യൂട്യൂബ് വഴി നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. എൻ്റെ ആദ്യകാലങ്ങളിൽ 2000 മുതൽ ഇങ്ങോട്ട് എൻ്റെ എല്ലാ ചാനലും എൻ്റെ വീടുകളെ പറ്റി പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ പത്രങ്ങളിലും TV-യിലും ഒക്കെ എൻ്റെ ലേഖന പരമ്പരകളും ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു എന്താ പറയുക, വാസ്തുവിദ്യയെ ഏറ്റവും കൂടുതൽ ജനകീയമാക്കിയ ഒരാളെന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങളെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത ഇതിലേക്ക് കടക്കുന്നു. ഞാൻ ഇതുവരെ ചെയ്ത വീടുകളുടെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ, 1995 മുതൽ ഞാൻ ഈ മേഖലയിൽ ഇറങ്ങി. അതുതൊട്ട് ഇന്ന് വരെ ഞാൻ ചെയ്തിട്ടുള്ള ഭൂരിപക്ഷം വീടുകളും കേരളീയ തനിമയോടുകൂടി കേരളീയ ശൈലിയോടുകൂടി വാസ്തുവിദ്യ കണക്കുകളും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീടുകളാണ്. അതിൽ വളരെയധികം വീടുകൾ ഞാൻ ഇത് ഇത് മുഖാന്തരം ഞാൻ പ്രേക്ഷകരിൽ എത്തിച്ചിട്ടുണ്ട്. അത് ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും, പഴയ കാലത്തുള്ള നാലുകെട്ടും തറവാടും മനകളും അതിൽ നിന്നൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ള പ്രചോദനം ഞാൻ എൻ്റെ നിർമ്മാണ ശൈലിയിലും ഉൾക്കൊണ്ടിട്ടുണ്ട്. അത് പൊതുജനങ്ങൾക്കും കൂടി വേണ്ടിയാണ് ഞാൻ ഈ പ്രോഗ്രാം ഇപ്പോൾ അവതരിപ്പിച്ചു തുടങ്ങിയത്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു വീട് തിരുവനന്തപുരം PTP നഗറിനടുത്തുള്ള ഒരു സ്ഥലത്ത് 2006 ഞാൻ പൂർത്തിയാക്കിയ ഒരു വീടാണ്. അതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ വീടിനെ പറ്റി നമ്മൾ ആദ്യം പറയുമ്പോൾ, അത് ഒരു കേരളീയ തനിമയോടുകൂടി പൂർണ്ണമായിട്ട് വാസ്തുവിദ്യയുടെ കണക്കുകൾ ഉൾപ്പെടുത്തി അതോടൊപ്പം അതിൻ്റെ നിർമ്മാണ ശൈലിയും അതിനോട് അനുയോജ്യമായ രീതിയിലാണ് ഞാൻ ആ വീട് പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇത് 2006 ഞാൻ പൂർത്തിയാക്കിയ ഒരു വീടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ ആ വീടിൻ്റെ ഒരു പ്രത്യേകത അതെന്താണെന്നുള്ളത് ഒന്ന് ചെറുതായിട്ട് പരിശോധിക്കാം. ഇത് ഒരു ഉയർന്ന സ്ഥലത്ത് ഒരു 3 നിലയായിട്ടാണ് ഞാൻ ഈ വീട് പണിതിട്ടുള്ളത്. അതിൽ ഗ്രൗണ്ട് ഫ്ലോറ്, ബേസ്മെൻറ്റ് ഫ്ലോറ്, ഫസ്റ്റ് ഫ്ലോർ, ഇങ്ങനെ 3 നിലയായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും ആ വീട്ടുടമസ്ഥന് ഫാമിലി ആയിട്ട് അവർക്ക് താമസിക്കാനും, അതിൻ്റെ ബേസ്മെൻറ്റ് ഫ്ലോറ് റെൻ്റൽ പർപ്പസിനും കൂടി ചേർത്താണ്. ആ ഭൂമിയുടെ ഒരു കിടപ്പ് അങ്ങനെ ആയതുകൊണ്ട് അതിന് അനുയോജ്യമായ രീതിയിലാണ് ആ വീട് നമ്മൾ പണിതിട്ടുള്ളത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒത്തിരി കാര്യങ്ങളുണ്ട്, എങ്കിലും ചുരുക്കി ഞാൻ പറയാം. ഇത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, ഇത്രയും പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു നിർമ്മാണം ആ സ്ഥലത്തിന് അനുയോജ്യമായിട്ട് ആ വീടിൻ്റെ എലിവേഷൻ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമ്മൾ ആർക്കായാലും അവിടെ നിന്ന് നോക്കി നിന്ന് പോകും. കാരണം ഇത് ഒരുപാട് ആളുകളെ ആകർഷിച്ച ഒരു നല്ല വീടാണ്. ആ വീടിൻ്റെ എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ അവർ ഗൾഫിലായിരുന്നു. എന്നെ വന്ന് സമീപിച്ചപ്പോൾ അത് ആ സ്ഥലം കണ്ട ഒരുമാതിരിപ്പെട്ടവർക്ക് ഒരിക്കലും അത് അവിടെ ഒരു വീട് പണിയാൻ പറ്റില്ല എന്ന് ഉള്ള രീതിയിൽ 19 സെൻറ്റുള്ള ഒരു വസ്തുവിലാണ് ഞാൻ ഈ സൗധം പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ പ്രധാനമായിട്ടും നമ്മളതിൻ്റെ വീടിനെ പറ്റി നമ്മൾ നോക്കുമ്പോൾ, ഫ്രണ്ടിൽ ഒരു നീളത്തിനുള്ള ഒരു വരാന്ത, അതിനോടനുസരിച്ച് ഒരു ഡ്രോയിങ് ഹാൾ, ഡൈനിങ്, 2 ബെഡ്റൂം, കിച്ചൺ, വർക്ക് ഏരിയ, സ്റ്റോർ എന്ന് അത് കഴിഞ്ഞ് മുകളിലത്തെ നിലയിലാണെങ്കിൽ 2 ബെഡ്റൂമും അതിൻ്റെ ഫാമിലി ലിവിങ് സ്പേസും ഒരു ടവർ റൂമും കൂടെ ഉൾപ്പെടുത്തി 2 നിലയുള്ള റെസിഡൻഷ്യൽ പർപ്പസും ഒരെണ്ണം റെൻ്റൽ പർപ്പസിന് ഇതേ ഏരിയ എടുത്തിട്ട്
ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഏരിയ എടുത്തിട്ട് താഴത്തെ നിലയിൽ ബേസ്മെൻറ്റ് ഫ്ലോറായിട്ടാണ് അത് പൂർത്തിയാക്കിയിട്ടുള്ളത്. ഈ വീടിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഞാൻ സൂചിപ്പിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വളരെ ഒരു താഴ്ചയുള്ള ഒരു കിഴക്കോട്ട് താഴ്ന്ന് വളരെ ഡെപ്തിലുള്ള ഒരു സ്ഥലത്താണ് ഈ വീട് ഞാൻ പണിത്. അപ്പം ആദ്യത്തെ ബേസ്മെന്റ് ഫ്ലോറും ഉണ്ട്, ഏകദേശം ഒരു ഗ്രൗണ്ട് ലെവൽ ഞാൻ ശരിയാക്കിയിട്ട് അതിന് മുകളിലാണ് 2 നിലയായിട്ട് ഈ കാണുന്ന വീട് പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇതിന് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ തന്നെ ഒരു ചെറിയ പടിപ്പുര, ആ പടിപ്പുരയിൽ നിന്ന് നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി നേരെ നടന്ന് വീട്ടിലേക്ക് കയറാനും, അതിൻ്റെ വലതുവശത്തായിട്ട് നല്ല ഭംഗിയായിട്ട് കാറുകൾ ഇറങ്ങി പോകത്തക്ക രീതിയിൽ സ്ലോപ്പ് കൊടുത്ത് ഇന്റർലോക്ക് ചെയ്ത് ഒരു കാർ പോർച്ചും കൂടെ അതിനകത്ത് പണിത്, പിന്നെ നേരെ നമ്മൾ ആ വീട്ടിലേക്ക് വന്ന് കാണുമ്പോൾ ഒരു നീളത്തിനുള്ള വരാന്ത, ആ വരാന്തയോട് അനുബന്ധിച്ച് ചെറിയൊരു പൂമുഖം, ആ പൂമുഖത്തിൽ തന്നെ നല്ല സോപാനപ്പടി എന്ന് പറഞ്ഞാൽ കരിങ്കല്ല് കൊണ്ടുള്ള സോപാനം ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അടുത്തതായി നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതിൽ ആ വുഡ് പാനലിങ്ങും അതിനോടനുബന്ധിച്ച് ഒരു മെയിൻ ഡോർ ഉണ്ട്. ആ മെയിൻ ഡോറിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ വളരെ സവിശേഷമായിട്ടുള്ള ഒരു ഡോറാണ്. ആ ഡോറ് അതിൻ്റെ കട്ടളപ്പടിയിലും അതിൻ്റെ പിന്നെ പാളിയും നല്ല ഭംഗിയായിട്ട് കൊത്തുപണിയോട് കൂടിയ, പഴയ കാലത്ത് നമ്മളെ തച്ചന്മാർ ചെയ്തിട്ടുള്ള പഴയ മനയും കൊട്ടാരങ്ങളിലും ചെയ്തിട്ടുള്ള അതേ വർക്ക് തിരിച്ചെനിക്ക് ഈ വീട് ഇത് മുതൽ എനിക്ക് ഇത്തരം വർക്കുകളിലൂടെ എനിക്ക് കേരളീയർക്ക് മൊത്തം ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടി എനിക്ക് ഭംഗിയായിട്ട് ചെയ്ത് കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. ആ കട്ടളപ്പടിയുടെ നേരെ മുകളിൽ, മെയിൻ ഡോറിൻ്റെ നേരെ മുകളിൽ ഒരു മംഗളപ്പലയുണ്ട്. അതിൻ്റെ കട്ടളക്കാലിലും കൊത്തുപണി നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം അതിൻ്റെ പാളി അല്ലെങ്കിൽ അതിൻ്റെ ഷട്ടർ അതിലും കൊടുത്തിട്ടുണ്ട്. മണിച്ചിത്രത്താഴോടുകൂടിയുള്ള ലോക്ക്, ഇതൊക്കെ നമ്മൾ വളരെ വിദഗ്ധമായ രീതിയിൽ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാർപ്പൻറ്റേഴ്സിനെ വെച്ച് ഞാൻ ഡെവലപ്പ് ചെയ്ത് അന്നത്തെ കാലത്ത് ചെയ്ത് പൂർത്തിയാക്കിയ ഒരു വീടാണ്. അത് ഇന്നത്തെ തലമുറ ഇത്തരം വീടുകൾ പലരും കണ്ടിട്ടുണ്ടെങ്കിലും അത് ഇത് ഒന്നുകൂടി ഞാൻ എല്ലാവരെയും ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിച്ചത്. വീടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ പ്രധാനമായിട്ടും ഒരു ഡ്രോയിങ് ഹാൾ, അതിനോടനുബന്ധിച്ച് നേരെ കാണുന്ന ഒരു സ്പൈറൽ സ്റ്റെയർ കേസ്. വീട് നിർമ്മാണം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്ലാൻ വരച്ചൊരു ഇങ്ങനെയെങ്കിലും ഒരു വീടാണ് നിർമ്മിച്ചു കൊടുക്കുന്നതിലല്ല, അത് മനോഹരമായ ഒരു കലാസൃഷ്ടിയായിട്ട് എൻ്റെ മനസ്സിൽ സങ്കല്പിച്ച് ഞാൻ പൂർത്തിയാക്കിയിട്ടുള്ള ഒരു വീടാണ്.